അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ നമ്പർ ഇതാണ്. 2ൽ നിന്ന് 0ക്ക് അടുത്ത് വരുന്ന കുറേ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2ൻ്റെ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻറ്റ്സ് വരും. നമ്മൾ ഇതിന് സിമ്പിൾ ഇങ്ങനെ കാണിക്കും. x ടെൻസ് ടു 2 മുകളിൽ ഒരു മൈനസ് ഇടും. വായിക്കുന്ന വേറെ ഒന്നുമില്ല, x ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 2ൻ്റെ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻറ്റോട്ട് പൊക്കോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിങ് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു ഒരു നമ്പർ കാണിച്ചു കൊടുക്കാം നമുക്ക്. എക്സിൻ്റെ വാല്യൂ 2 ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായി 2 മൈനസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം 2 മൈനസുകളാണ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ ലെഫ്റ്റാണ് മൈനസ് എന്ന് പറയുന്നത്. അപ്പം 2ൻ്റെ ലെഫ്റ്റിൽ വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ നമ്മൾ സാധാരണ പറയുന്നത് 2 മൈനസ്. അപ്പോൾ എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എക്സിൻ്റെ വാല്യൂ 2ൻ്റെ ലെഫ്റ്റ് നെയ്ബർഹുഡിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് ടു 0. ഇത് രണ്ടും ഒന്ന്. ഇതൊരു 2 മൈനസ്, അപ്പോൾ ഇതൊരു 2 മൈനസ് ആണ്. അപ്പോൾ 2 മൈനസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് 0. Again, this is also a 2 minus. What do you mean by this 2 minus? X is equal to 2 minus a very small quantity, that quantity tends to 0. Here also, ഇതും ഒരു 2 മൈനസ് എന്ന് പറയുമ്പോൾ that is 2 minus a very small quantity, that quantity which tends to 0. അപ്പോൾ ഇത്രയും നമ്പേഴ്സിനെ നമ്മൾ സാധാരണ പറയുന്നതാണ് 2 മൈനസുകൾ. എന്താണ് 2 മൈനസുകൾ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 2ൻ്റെ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ്സ്. എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പോയിന്റ് വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 0ക്ക് അടുത്ത് വരുന്ന ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് ഹെച്ച് ടെൻസ് ടു 0. 2ൽ നിന്ന് 0ക്ക് അടുത്ത് വരുന്ന ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് 2 മൈനസുകൾ കിട്ടും. ഇതെല്ലാം 2 മൈനസുകളാണ്. ഇതാണ് 2ൻ്റെ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണ് എക്സ് ടെൻസ് ടു എ മൈനസ്. ഇപ്പം നിങ്ങൾ എഴുതണം ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻ്റ് ഓഫ് എ എന്ന് ആദ്യം എഴുതുക. ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻ്റ് ഓഫ് എ. നെയ്ബർഹുഡ് പോയിൻ്റ് കംപ്ലീറ്റ് എഴുതണ്ട, അതിൻ്റെ ഷോർട്ട് ഫോം ഇങ്ങനെ കാണിച്ചാൽ മതി. ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻ്റ് ഓഫ് എ. അപ്പം ഞാൻ ഈ പറഞ്ഞതിനൊന്നുകൂടെ പറയാം. എക്സ് ടെൻസ് ടു എ മൈനസ്. എ മൈനസ് മുകളിൽ എഴുതാവും. എ ഏതോ ഒരു നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2 മൈനസ് എന്ന് പറയുമ്പോൾ 2 എനിക്കറിയാം, ഇവിടെ നമ്മളത് പറയുന്നില്ല. എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എയിൽ നിന്ന് നിങ്ങൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യണം. ആ ക്വാണ്ടിറ്റിയെ പ്രത്യേകത അത് 0ക്ക് അടുത്ത് വരുന്ന നമ്പർ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എക്സ് ടെൻസ് ടു 2 മൈനസ്. ഒരുപാട് 2 മൈനസുകളുണ്ട്. ഏതൊക്കെയാണ് 2 മൈനസ്? 1.99, 1.999, ഇഷ്ടംപോലെ 9 ചേർത്ത് കഴിഞ്ഞാൽ അവിടെ അതെല്ലാം 2 മൈനസുകളാണ്. അപ്പോൾ എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് പറഞ്ഞാൽ മീൻ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് 0. എയിൽ നിന്ന് 0ക്ക് അടുത്ത് വരുന്ന ഇഷ്ടംപോലെ നമ്പർ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ എയുടെ ലെഫ്റ്റിൽ എയുമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് വരുന്ന നമ്പർ വരും. ദാറ്റ് ഈസ് കാൾഡ് എ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻ്റ് ഓഫ് എ. എഴുതണം ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിൻ്റ് ഓഫ് എ. എഴുതുമ്പോൾ എക്സ് ടെൻസ് ടു എ മൈനസ് എഴുതിക്കുക നിങ്ങൾ. എക്സ് ടെൻസ് ടു എ മൈനസ് which means x is equal to a minus h. X is equal to a minus h, comma h tends to 0. എന്ന് പറഞ്ഞാൽ മീനിങ് മനസ്സിലായല്ലോ. എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അല്ല. എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്പർ അല്ല. ഏതൊക്കെയാണ് 2 മൈനസുകൾ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതെല്ലാം 2 മൈനസുകൾ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ലെഫ്റ്റിൽ വരുന്ന പോയിൻ്റാണ്. ഈ നമ്പറും 2ഉം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതെല്ലാം 2 മൈനസുകൾ. അത് കിട്ടാൻ എന്ത് ചെയ്യണം? 2 മൈനസുകൾ കിട്ടാൻ എന്ത് ചെയ്യണം? 2ൽ നിന്ന്
സീറോയ്ക്ക് അടുത്ത് വരുന്ന കുറേ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി, നമുക്ക് കുറേ 2 മൈനസുകൾ കിട്ടും. അതാണ് ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് 2. അതാണ് ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് ജനറലി എ. എക്സ് ടെൻസ് നിങ്ങളിപ്പോൾ എഴുതിയത് എക്സ് ടെൻസ് ടു എ മൈനസ്, വിച്ച് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് 0. എയിൽ നിന്ന് സീറോയ്ക്ക് അടുത്ത് വരുന്ന കുറേ നമ്പേഴ്സ് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ എയുടെ ലെഫ്റ്റിൽ വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് കാൾഡ് ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് എ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 എടുത്താൽ 2ൻ്റെ ലെഫ്റ്റിലും 2ൻ്റെ റൈറ്റിലും നേക്കഡ് ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. 2ൻ്റെ ലെഫ്റ്റിലും 2ൻ്റെ റൈറ്റിലും 2വുമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞത് 2ൻ്റെ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നേരെ പോകുന്നത് 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്. ഇപ്പം ഞാൻ പറഞ്ഞ അതേ മീനിങ്. നമ്മൾ 2 എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്താൽ ഈ 2ൻ്റെ റൈറ്റ് സൈഡ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വലുതായിട്ട് കാണിച്ചു, ഈ റേഞ്ചിലോട്ടൊന്നും പോവില്ല അത്. അപ്പോൾ 2ൻ്റെ റൈറ്റ് സൈഡിൽ 2വുമായിട്ട് ഐഡൻറ്റിക്കൽ, ഇപ്പോൾ നമുക്കറിയാമെന്നുള്ളത് ഇവിടെ 2.1, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സ്കെയിലിൽ കണ്ടുപിടിക്കാം. ഞാൻ എഴുതുന്നത് 2.001, 2.0001, 2.401, ഒരു 2.501. നിങ്ങൾക്ക് നേക്കഡ് ആയി ഉണ്ട് 2.00. ഞാൻ സ്കെയിൽ തരാം, തൊട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. സ്ക്രൂ ഗേജ് ഉണ്ടെങ്കിൽ ഒക്കും. അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ ഞാൻ ഇഷ്ടം പോലെ നമ്പർ എഴുതിയാൽ അത് 2ൻ്റെ റൈറ്റിൽ വന്ന് ക്ലസ്റ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര നമ്പറും 2 എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, വെരി ക്ലോസ് ടു 2. അപ്പോൾ ഇതിനെനിക്ക് 2വുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി പറയാം? എക്സ് ഇസ് ഈക്വൽ ടു 2 + 0.001, എക്സ് ഇസ് ഈക്വൽ ടു 2 + 0.0001. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2 + 0.401. ഇത് എക്സ് ഇസ് ഈക്വൽ ടു 2 + 0.501. അപ്പോൾ 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്സ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്സ്. ഈ നമ്പറും 2വും തിരിച്ചറിയാനേ പറ്റില്ല, അത് നെയ്ബർഹുഡ്, അയൽവക്കം. അപ്പോൾ ഈ നമ്പറിനെ ഞാൻ 2വുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി പറയും. ഞാനിവിടെ എച്ച് എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എഴുതിയിരിക്കുന്ന നമ്പർ കംപ്ലീറ്റ് 0ക്ക് വളരെ അടുത്ത് വരുന്ന നമ്പറാണ്. അപ്പോൾ ഇതാണ് റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് 2. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2വിനോടൊപ്പം 0ക്ക് അടുത്ത് വരുന്ന കുറേ നമ്പേഴ്സ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി കുറേ 0 ഈ 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റുകൾ കിട്ടും. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതിന് പേരാണ് എക്സ് ടെൻസ് ടു 2+. ഇപ്പുറത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 2-, അപ്പുറത്ത് ഞാൻ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കാൾഡ് 2+. 2+ എന്ന് പറഞ്ഞാൽ 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്സ്, 2- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ്സ്. എന്താണ് 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്സ്? ഇതെല്ലാം 2+കളാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? എക്സ് ഇസ് ഈക്വൽ ടു 2 + എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് 0. അപ്പോൾ ഞാൻ പറയുന്നത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും തിയറി പറയുമ്പോൾ 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഏതാണ് മനസ്സിൽ അപ്പോൾ വരണം. 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ റൈറ്റിൽ വരുന്നു. അത്രയും നമ്പേഴ്സും 2വും തിരിച്ചറിയാൻ ഒക്കില്ല. ആ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്. എങ്ങനെ നമുക്ക് 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്സ് എഴുതാം? 2വിനോടൊപ്പം 0ക്ക് അടുത്ത് വരുന്ന കുറേ നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് 2+. 2ൻ്റെ കൂടെ 0ക്ക് അടുത്ത് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ നമ്പേഴ്സ്. അതിൻ്റെ കളക്ഷനാണ് 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്, ദാറ്റ് ഈസ് കാൾഡ് 2+. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ 2+ എന്ന് വെച്ചാൽ 2ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്സുകളാണ്. ഈക്വൽ ടു അല്ല, ഈക്വൽ ടു ആക്കുമെന്ന് പറയണം എക്സ് ഇസ് ഈക്വൽ ടു, കണ്ട ഇവിടെയൊക്കെ ടെൻസ് ടു ആയിരുന്നു, ഇവിടെ ഈക്വൽ ടു ആണ് 2+ എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് 0. 2വിനോടൊപ്പം 0ക്ക് അടുത്ത് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സാണ് ഈ കാണുന്നത്.
അതിനെ വിളിക്കുന്ന പേരാണ് എക്സ് ടെൻസ് ടു 2+. ദാ പൊക്കോണ്ടിരിക്കുന്നു. എക്സിൻ്റെ വാല്യൂ 2+ലോട്ട് പൊക്കോണ്ടിരിക്കുന്നു. പറയുമ്പോൾ എക്സ് ആക്ച്വലി എന്ത് പറയണം? എന്തോന്നാണ് 2+ലോട്ട് പോകുന്നു? എക്സ് ഈസ് ഈക്വൽ ടു 2+. എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് 0. ദാറ്റ്സ് എ മീനിങ് ഓഫ് റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് 2. അപ്പോൾ നമ്മൾ ഇതിനി ഒരു മാത്തമെറ്റിക്കൽ സിമ്പിൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഞാൻ എ എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. എന്താണ് എയുടെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ്? എക്സ് ടെൻസ് ടു A+ എന്ന് പറയുമ്പോൾ ഒരു നമ്പറല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അത് കിട്ടാൻ എന്ത് ചെയ്യണം? എക്സ് ഇസ് ഈക്വൽ ടു A+. എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് 0. എയോടൊപ്പം 0ക്ക് അടുത്ത് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ കുറേ നമ്പേഴ്സ് കിട്ടും. ആ നമ്പേഴ്സ് കംപ്ലീറ്റ് എയുടെ റൈറ്റ് സൈഡില്ല. ആ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അത്തരം നമ്പേഴ്സും എയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് നെയ്ബർഹുഡ്. ഒരു വീടുണ്ട്, നെയ്ബർഹുഡ്, അയൽവക്കമാണ്, നമ്മളെ വീട്ടിനോട് ചേർന്നിരിക്കുന്നു. ഒരു വീട് കഴിഞ്ഞ് 10 വീട് അപ്പുറമാണെങ്കിൽ നെയ്ബർഹുഡ് എന്ന് പറയില്ല. അപ്പം നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് വരുന്ന ആരാണോ, ദാറ്റ് ഈസ് കോൾഡ് എ നെയ്ബർഹുഡ്. അപ്പം നിങ്ങൾ എഴുതണം, എഴുതിയേ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് വ്യൂ. റൈറ്റ് എന്ന് എഴുതുക, ദെൻ നെയ്ബർ NBH, റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് വ്യൂ. X tends to A+. X tends to A+, which means X is equal to A plus H. H tends to 0. അപ്പോൾ ഇതൊരു നമ്പറല്ല, എയുടെ റൈറ്റിൽ വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എയുടെ കൂടെ 0ക്ക് അടുത്ത് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പം നമ്മൾ 2 എണ്ണം പഠിച്ചു. എയുടെ ലെഫ്റ്റും പഠിച്ചു, എയുടെ റൈറ്റും പഠിച്ചു. അപ്പോൾ ജനറലായിട്ട് ഞാൻ പറയുന്നത് എന്താണ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ്, ഓർ ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ എയുടെ നെയ്ബർഹുഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എയുടെ ലെഫ്റ്റിലും എയുടെ റൈറ്റിലും എയുമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഒന്നുകൂടെ വേഗം പറയാം, ഇതാ ഇതെല്ലാം എ എന്താണ്? 2 മൈനസുകളാണ്. ഇതെല്ലാം അടുത്തെന്താണ്? ഇതെല്ലാം 2 പ്ലസ്സുകളാണ്. ഇതെല്ലാം 2 മൈനസുകൾ, ഇതെല്ലാം 2 പ്ലസ്സുകളാണ്. ഈ നമ്പറും 2ഉം ഒരു കാരണവശാലും തിരിച്ചറിയാൻ ഒക്കില്ല. നമുക്കറിയാമെന്നുള്ളത് കുറേ എണ്ണം ഇടത് വരുന്നു, കുറേ എണ്ണം വലത് വരുന്നു, വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ നമ്പേഴ്സിൻ്റെ ആകെയുള്ള കളക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് എ യൂണിയൻ. യൂണിയൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് നെയ്ബർഹുഡ് പോയിന്റ്സ് ഓഫ് 2, ദാറ്റ് ഈസ് കാൾഡ് എ ജനറലി നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് 2. ഇതിൻ്റെയും യൂണിയൻ, ഇതിൻ്റെയും കളക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് എ നെയ്ബർഹുഡ് പോയിന്റ്സ് ഓഫ് 2. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്താണ് ഒരു പോയിന്റ് നെയ്ബർഹുഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മീനിങ്? ആ പോയിന്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആ പോയിന്റ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, ഇത്ര എഴുതിയിരിക്കുന്ന പോയിന്റ്സുകളും ആ നമ്പറും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് പകരം യൂസ് ചെയ്ത വേർഡ് ഏതാ? ഐഡൻറ്റിക്കൽ. അപ്പം 2ൻ്റെ ലെഫ്റ്റിലും 2ൻ്റെ റൈറ്റിലും 2ഉമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്താ? അതിൻ്റെ യൂണിയൻ എന്താ? ദാറ്റ് ഈസ് കാൾഡ് നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് 2. എഴുതിക്കേ, നെയ്ബർഹുഡ് പോയിന്റ് ഓഫ് വ്യൂ. നെയ്ബർഹുഡ് പോയിന്റ്സ് ഓഫ് വ്യൂ. നെയ്ബർഹുഡ് പോയിന്റ്സ് ഓഫ് വ്യൂ. It is the collection. It is the collection within bracket union. The collection within bracket union of left and right neighborhood points of A. അപ്പോൾ നെയ്ബർഹുഡ് പോയിൻ്റായി. ഇനി നമ്മൾ പറയില്ല
ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ് റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് അപ്പോൾ ലെഫ്റ്റ് നെയ്ബർഹുഡ് പോയിന്റ് ഏതാണ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ എക്സ് ടെൻസ് ടു 1 മൈനസ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം 1 മൈനസ് ഹെച്ച് ടെൻസ് ടു 0 എന്ന് മാത്രം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അർത്ഥം അറിയണം. എന്താണ് 1 മൈനസ് എന്ന് പറഞ്ഞാൽ മീനിങ്? 1 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ആ 1ൻ്റെ ലെഫ്റ്റിൽ 1ഉമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതാണ് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1ൽ നിന്ന് 0ക്ക് അടുത്ത് വരുന്ന കുറേ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. ഞാൻ ഈ തിയറി പറയുന്നതിൻ്റെ കാര്യം പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പിന്നെ പറയില്ല. ഞാൻ പറയുമ്പോൾ എക്സ് ടെൻസ് ടു 1 മൈനസ് ഞാൻ പിന്നെ ഡയറക്റ്റായിട്ട് എഴുതിക്കൊണ്ട് പോകും. പിന്നെ അവിടെ ഞാൻ ഡീപ്പായിട്ട് പിന്നെ പറയില്ല. എന്താണ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ റൈറ്റ് നെയ്ബർഹുഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? അത്തരത്തിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതേതാണോ 1 ഏതാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ദാറ്റ് ക്വാണ്ടിറ്റി ടെൻസ് ടു 0. 1ൻ്റെ കൂടെ 0യ്ക്ക് വളരെ അടുത്ത് വരുന്ന കുറേ നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ കുറേ 1 പ്ലസ്സുകൾ കിട്ടും. അത്രയേ ഉള്ളൂ.